വിരൽ വ്യായാമം ചെയ്യൂ, ആരോഗ്യം നിലനിർത്തൂ. പുഷ്പ കാനാടറ്റ് ജീവശക്തി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇപ്പോൾ മഴക്കാലമല്ലേ, എല്ലാവർക്കും തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതായത് തിളപ്പിക്കാത്ത വെള്ളം കുടിച്ചാൽ, തണുത്ത ആഹാരങ്ങൾ കഴിച്ചാൽ, ശുദ്ധ ഇല്ലാത്ത വെള്ളം കുടിച്ചാൽ ഒക്കെ വരുന്നതാണിത്. പിന്നെ മഴ കൊണ്ടാൽ അങ്ങനെയൊക്കെ ഈ തൊണ്ട രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അലർജി കൊണ്ടും, തണുപ്പ് അലർജി കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് പകർന്നിട്ടും ഒക്കെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തൊണ്ട രോഗങ്ങളെ നമുക്ക് മറികടക്കാനുള്ള ഒരു മുദ്രയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. തൊണ്ട രോഗങ്ങളും തൊണ്ടയോട് അനുബന്ധിച്ചുള്ള അവയവങ്ങൾക്കും ടോൺസിൽ പോലുള്ള അവയവങ്ങൾക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഈ മുദ്ര ചെയ്താൽ നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വലത് കൈയുടെ പെരുവിരലെടുത്ത് ഇടത് കൈയുടെ നടുവിൽ ഇതുപോലെ ഉള്ളം കൈയുടെ നടുവിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ 4 വിരൽ കൊണ്ടും പിടിച്ചൊരു മുഷ്ടി ഉണ്ടാക്കുക. അതിനുശേഷം വലത് കൈയുടെ 4 വിരലും മറ്റേ മുഷ്ടി ഉണ്ടാക്കിയ 4 വിരലിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഈ ഇടത് കൈയുടെ പെരുവിരലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇതിന് ശംഖുമുദ്ര എന്നാണ് യോഗയിൽ പറയുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ അറിയുന്ന അറിയായിരിക്കും. അതിനും ശംഖുമുദ്ര എന്ന് തന്നെയാണ് പറയുന്നത്. തൊണ്ട സംബന്ധമായ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും ഈ മുദ്ര ചെയ്താൽ മാറുന്നതാണ്. ദിവസവും 5 മിനിറ്റ് വീതം 3 നേരം ചെയ്യേണ്ടതാണ്. അതുപോലെ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുക. തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഇവയൊക്കെ ചെയ്യുക. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ പെരുവിരൽ, വലത് കൈയുടെ പെരുവിരൽ, ഇത് സെൽഫി വീഡിയോ ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. വലത് ഇടതായിട്ടും ഇടത് വലതായിട്ടുമായിരിക്കും. ഇങ്ങനെ വെച്ച് ഇടത് കൈയുടെ ഉള്ളം കൈയിൻ്റെ നടുവിൽ വെക്കുക. മറ്റ് 4 വിരൽ കൊണ്ട് പിടിച്ച് മുഷ്ടി ഉണ്ടാക്കുക. ആ മുഷ്ടിക്ക് മേലെ മറ്റേ വലത് കൈയുടെ 4 വിരൽ ഇങ്ങനെ വെക്കുക. ഇടത് കൈയുടെ പെരുവിരലിനോട് ചേർത്ത് പിടിക്കുക. ശംഖുമുദ്ര. ശംഖ് എങ്ങനെയാണോ ശബ്ദം ഉണ്ടാക്കുന്നത്, ക്ലിയറായിട്ട് ശബ്ദം നമുക്ക് കേൾക്കത്തക്ക രീതിയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, അതുപോലെ നമ്മുടെ ശബ്ദവും ക്ലിയറാക്കി തരുന്നതാണ്. തൊണ്ടയുടെ അസുഖങ്ങൾ മാറ്റിത്തരുന്നതാണ്. ഈ മറ്റുള്ള സംഗതികളും ശ്രദ്ധിക്കുക. വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുക. അതുപോലെ കുളിക്കുന്ന സമയത്ത് വൈകുന്നേരമോ രാത്രിയിലോ കഴിയുന്നത് കുളിക്കാതിരിക്കുക. പകല് കുളിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാവുന്നതാണ്. ഇത് ദിവസവും 5 മിനിറ്റ് വീതം 3 നേരം ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.